കൽക്കി 2898 AD ഈ സിനിമയുടെ പ്രഭാസ് നായകനായ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ 2 ദിവസം മുന്നേ റിലീസായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സോ വിൽ സി. അതിനു മുമ്പ് എന്തിനാണ് ഈ 2898 എന്ന് പേരിട്ടതെന്നുള്ളത് ഒരു നിഗൂഢത തന്നെയാണ്. 2900 ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ 3000 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു നമുക്ക് പറയാൻ. വാട്ടെവർ, എന്തെങ്കിലും അതിനൊരു റീസൺ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പ്ലേ ബട്ടൺ അമർത്താം. ഓക്കെ, ഒരു വരണ്ട പ്രദേശം. ഈ ഭൂമിയിലെ ആദ്യത്തെ നഗരം, ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി. മുകളിൽ വെള്ളമുണ്ടത്രേ. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഈ ലോകത്തിനുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കെ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. ഇതെന്താണിത്? ഇത് മാർവൽ സിനിമയിലെ വിഷൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അതുപോലെയാണ് ആക്ച്വലി അമിതാഭ് ബച്ചൻ്റെ ഈ ഒരു ലുക്ക്. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുപ്രീമിന് അപകടമാണ്. അത് കോമഡി ആയിട്ടുണ്ട്. ആരാണ് പറയണതെന്ന് നോക്കണം. പ്രഭാസാണ് പറയുന്നത് രാവിലെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഫുഡ് അടിച്ചില്ലെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും ഫൈറ്റ് ചെയ്യാൻ പുള്ളി റെഡിയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ. അത് ശരി. അപ്പോൾ ഇവിടെ പൈസയല്ല, ഈ ഒരു 2898 പൈസയൊന്നുമല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണ് നമുക്കിതൊന്ന് മനസ്സിലാവുന്നത്. വാട്ടെവർ, ഇതിലെല്ലാവരുടെയും സൗണ്ട് ഒരേപോലെയാണ്. ബാഹുബലി പോലെ അത്രയ്ക്ക് ബഡ്ജറ്റൊന്നും ഈ പടത്തിൽ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തൊക്കെ തന്നെയായാലും 600 കോടിയുടെ ബഡ്ജറ്റാണ് ഈ പടം. അതിൽ 150 കോടി പ്രഭാസനാണെന്നാണ് ഒരു കരക്കമ്പിയുള്ളത്. അതുകൊണ്ടായിരിക്കാം ബാക്കി കാര്യങ്ങൾക്കൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ബാക്കി കാണാം. ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. ഇതിലെ ഡയലോഗുകളൊക്കെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ക്രഞ്ചാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ VFXും അതുപോലെ തന്നെ CGI പരിപാടികളെല്ലാതും നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് TV യിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ കാണുമ്പോൾ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കൂടാ. റെക്കോർഡ് ചെക്ക് ഇതുവരെ ഒരു ഫൈറ്റും കേട്ടിട്ടില്ല. അത് സത്യമാണ്. പ്രഭാസ് എന്തായാലും ഫൈറ്റിൽ തോക്കില്ല എന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ എങ്ങാനും തോൽക്കുകയാണെങ്കിൽ തന്നെ ഇതിനൊരു 2ാം ഭാഗം ഉണ്ടായിരിക്കും. അതിൽ ഒരു മകനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആയിട്ട് പുള്ളി അവതരിച്ചതിന് ശേഷം വന്ന് ഇതിനൊക്കെ റിവെഞ്ച് ചെയ്യും. ഇതിലും തോൽക്കില്ല. ശോഭനയുണ്ട്, പടത്തിൽ ശോഭനയുണ്ട്.
എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നോ? കമലഹാസൻ. ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. ഈ പടം എന്തൊക്കെ തന്നെയായാലും മലയാളത്തിൽ കാണുന്നത് ഉചിതമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊക്കെ വന്നാലും തെലുങ്കിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തമിഴിലെങ്കിലും കാണുന്നതായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഡബ്ബിംഗ് പരിപാടി അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നാഗശ്വനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. മഹാനടി പോലുള്ളൊരു നമ്മുടെ ദുൽഖർ സൽമാൻ്റെയും കീർത്തി സുരേഷിൻ്റെയൊക്കെ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള നാഗശ്വനാണ് കൽക്കി 2898 ചെയ്യുന്നത്. കൽക്കി എന്തൊക്കെ തന്നെയായാലും ഒരു വിഷ്ണുവിൻ്റെ അവതാരമാണ്, 10ാമത്തെ അവതാരമാണ്. ആ അവതാരമായിട്ടായിരിക്കണം പ്രഭാസും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സോ വിൽ സി. ജൂൺ 27-നാണ് ഈ ചിത്രം റിലീസാവുന്നത്. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ശോഭന, പശുപതി തുടങ്ങി വൻ സ്റ്റാർ കാസ്റ്റാണ് ഈ പടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തിയേറ്ററിൽ പോയി കണ്ടിരിക്കാവുന്ന ചിത്രമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.